ഫ്രണ്ട്സ്, ഇത് ഐഫോൺ 12 Pro Max ആണ്. ഇത് ഡെഡ് ആണ്. ഡിവൈസ് ഇതുപോലത്തെ സെപ്പറേറ്റർ വെച്ചിട്ട് ഡിസ്പ്ലേ ഡാമേജ് വരാതെ ഓപ്പൺ ചെയ്യാം. മദർ ബോർഡ് നേരെ DC പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ലീക്കേജ് കാണിക്കുന്നുണ്ട്. ട്രിഗർ ചെയ്യുന്ന സമയത്ത് റൺ ആവുന്നില്ല, 0ലേക്ക് അടിച്ചു പോവാണ്. മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പാത്ത് ഷോർട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ ZXW എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ NAND IC സെക്ഷൻ വരുന്ന 3 വോൾട്ടിലെയും കപ്പാസിറ്റർ ഷോർട്ട് ആയതായിരുന്നു ഒരു ഇഷ്യൂ വന്ന്. നമുക്ക് നേരെ ഷോർട്ടായ ഒരു കപ്പാസിറ്ററിനെ റിമൂവ് ചെയ്യാണ്. മസ്റ്റായിട്ട് റീപ്ലേസ് ചെയ്യണം. അതിനുശേഷം വാല്യൂ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നോർമലാണ് കാണിക്കുന്നത്. DC ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ലീക്കേജ് ക്ലിയർ ആയിട്ടുണ്ട്. ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കും ആംബിയർ നോർമൽ രീതി റൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 1 ആംബിയർ ആകുമ്പോഴത്തേക്കും ഡിവൈസ് ഓൺ ആകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പിൾ ലോഗ് വന്നിട്ടുണ്ട്. ആംബിയർ റണ്ണായി 1 ആംബിയർ എത്തിയിട്ടുണ്ട്. ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിവൈസ് ബാക്കി ഫംഗ്ഷൻസ് എല്ലാം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണം. മദർ ബോർഡ് നേരെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് സ്ട്രിപ്പ് കണക്ട് ചെയ്യുക, ഡാമേജ് വരരുത്. അതിനുശേഷം സ്ക്രൂ ഷീൽഡും പ്രോപ്പറായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യണം. ഒരു സ്ക്രൂ പോലും മിസ്സാകരുത്. വാട്ടർ സീൽ മസ്റ്റായിട്ട് ചെയ്യണം. ഡസ്റ്റ് റിമൂവ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് ഡിസ്പ്ലേ ക്ലോസ് ചെയ്ത് ബോട്ടം സ്ക്രൂ ടൈറ്റ് ചെയ്യുക. നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഡിവൈസ് പവർ ഓൺ ചെയ്ത് നോക്കാം. നോർമൽ ഇത് ഓൺ ആയി വന്നിരിക്കുകയാണ്. ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ മറക്കല്ലേ.